അങ്ങനെ ഗാർഡനൊക്കെ ഏകദേശമൊക്കെ ഒന്ന് തട്ടിക്കൂട്ടി സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ തുടങ്ങിയെടുത്തൊന്ന് നോക്കാം കാണാം. ഈ വീട്ടിൽ നിന്നുള്ള ചെടികളൊക്കെ ഞാൻ ഇവരോട് ഒറ്റ കാര്യമേ റിക്വസ്റ്റ് ചെയ്തുള്ളായിരുന്നു. എൻ്റെ ചെടികൾ ഒരു മണ്ണ് പോലും പോകാതെ ഒന്നുപോലും ഇളക്കി കളയാതെ ഇതിനെ എങ്ങനെയെങ്കിലും അപ്പുറത്തെ വീട്ടിലോട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് തരണമെന്ന്. അതുമാത്രമാണ് പറഞ്ഞത്. അതേപോലെ തന്നെ ഈ പിള്ളേർ ഒരു 10-25 പിള്ളേരുണ്ടായിരുന്നു എൻ്റെ ചെടികളെല്ലാം കൂടെ പൊക്കിയെടുത്ത് മുകളിലുള്ളതും താഴെ ഉള്ളതും എല്ലാം കൂടി ഇപ്പുറത്ത് കൊണ്ടുവരാൻ. പിന്നെ അവർ എല്ലാം കൂടെ ഒരു മൂലയ്ക്കോട്ട് ഡംപ് ചെയ്ത് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനിയും ഇൻഡോർ പ്ലാന്റ്സ് താഴെയും മുകളിലുള്ള ടെറസിൽ വെക്കേണ്ട പ്ലാന്റ്സ് മുകളിലും ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് അറേഞ്ച് ചെയ്യണം. ഒരാളെ കിട്ടാനാണ് ഇവിടെ ഏറ്റവും വലിയ പാട്. അതുകൊണ്ട് തന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ പിന്നെ ഒരാളെ ഹെൽപ്പിന് കിട്ടി. പക്ഷേ ഉച്ചയായിപ്പോയി അങ്ങേര് വന്നപ്പോഴത്തേക്ക്. പിന്നെ വെയിലത്താണ് ഈ പരിപാടികൾ മൊത്തം ചെയ്ത് അറേഞ്ച് ചെയ്യേണ്ട വന്ന. ആളെ കിട്ടുമ്പോൾ അങ്ങ് ചെയ്യാമെന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നെ ഈ സംഭവങ്ങൾ ഞാൻ തന്നെത്താൻ ഉണ്ടാക്കിയതാണ്. PVC പൈപ്പും ഡ്രെയിൻ സെല്ലും യൂസ് ചെയ്ത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ഡ്രെയിൻ സെല്ല്. PVC പൈപ്പ് പിന്നെ നമ്മുടെ അടുത്ത് ലോക്കൽ ഷോപ്പിൽ നിന്ന്. അപ്പോൾ എല്ലാം തട്ടിക്കൂട്ട് സെറ്റപ്പാണ് എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്തേക്കുന്നത്. കാരണം നമ്മളിങ്ങനെ ഓരോരുത്തരത്തോട്ട് ഏത് നേരം പോയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇത് നമ്മളുടെ സ്റ്റാൻഡൊന്നും വെറുതെ വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റായി തുരുമ്പായി ഒന്നും പോകണ്ടായല്ലോ. അപ്പം ഏകദേശമൊക്കെ ഒന്ന് അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ കാണാം.